നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദുരന്ത മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഓർമ്മ വേണം എല്ലാവർക്കും. ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ല. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കമന്റ് ഇട്ട് ആ പാവം മനുഷ്യരെ വേദനിപ്പിക്കരുത്. പറഞ്ഞു വരുന്നത് കഴുത്തറ്റം വെള്ളത്തിൽ കിടക്കുന്ന മനുഷ്യർ. അവരുടെ നിലവിളി കേരളത്തിന്റെ ഉള്ളു പൊള്ളിക്കുന്നു. 2018 പ്രളയം ആവർത്തിക്കുമോ എന്ന ഭയം. കോഴിക്കോടും പത്തനംതിട്ടയും കോട്ടയവും മലപ്പുറവും ജില്ലകൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ. എന്നിട്ടും ചിലർ അതിനിടയിൽ കിടന്ന് നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്നു. നീണ്ടകരയിലെ ദുരന്ത മുഖത്ത് കൈലിയുടുത്ത് ഓടിച്ചെന്ന മന്ത്രി ഷിബു ബേബി ജോണിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഒരു കൂട്ടർ ഇറങ്ങിയിരിക്കുന്നു. മന്ത്രി പട്ടിഷോ കാണിക്കാനാണ് അങ്ങോട്ട് കൈലിയുടുത്ത് ചെന്നത് എന്നൊക്കെയാണ് ചില അന്തം കമ്മി ഗ്രൂപ്പുകളിൽ വരുന്ന വൃത്തികെട്ട കമന്റടി പോസ്റ്റിടൽ. പ്രളയത്തിൽ ജനം മുങ്ങുമ്പോൾ 40 വണ്ടി പോലീസ് അകമ്പടിയോടെ ഫോട്ടോഷൂട്ടിന് ആളെയും കൂട്ടി വരണമോ എന്നാണ് ഇപ്പോൾ പലരും തെറിച്ചുകൊണ്ട് ചോദിക്കുന്നത്. അതോ ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടെന്ന് ഫ്ലെക്സ് അടിച്ചു വരണോ? ജനങ്ങളുടെ നിലവിളി കേട്ട് ഉടുത്തിരുന്ന കൈലിയും ഷർട്ടും ഇട്ട് ഓടി ഇറങ്ങിച്ചെന്ന ആ മനുഷ്യൻ തന്നാലാകുന്ന ഒരു സഹായം അവർക്ക് ചെയ്യാമെന്നേ കരുതിയുള്ളൂ. ജനം പലയിടത്തായിട്ട് ഒറ്റപ്പെട്ടപ്പോൾ അവർക്കിടയിലേക്ക് മന്ത്രി ഓടിച്ചെല്ലുമ്പോൾ ആ മനുഷ്യർ അത് വലിയ ആശ്വാസത്തോടെയാണ് കാണുന്നത്. ഡാം തുറന്നുവിട്ട് ജനങ്ങളെ കൊന്നവർക്ക് എന്ത് മനുഷ്യത്വം എന്ന് ജനം ഇപ്പോൾ ഇത്തരത്തിൽ കമന്റ് ഇടുന്നവർക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നീണ്ടകരയിലുണ്ടായ ദുരന്തത്തിൽ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനങ്ങൾക്ക് മുന്നേ കൈത്താങ്ങായി എത്തിയത് ചവറ നിയമസഭാ അംഗവും മന്ത്രിയുമായ ഷിബു ബേബി ജോണാണ്. അപകടത്തിന്റെ വിവരങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിനു മുൻപേ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒട്ടും വൈകാതെ വീട്ടുവേഷത്തിൽ ദുരന്ത മുഖത്തേക്ക് കുതിച്ചെത്തിയ മന്ത്രിയുടെ ഇടപെടലാണ് തീരദേശത്ത് മാതൃകയാകുന്നത്. അതിവേഗ രക്ഷാപ്രവർത്തനം ഇതിലൂടെ യാഥാർത്ഥ്യമായി. അങ്ങനെ ദുരന്ത വ്യാപ്തി കുറയ്ക്കാൻ കഴിഞ്ഞു. രാവിലെ സ്വന്തം വസതിയിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരുമായി സംസാരിച്ചു തുടങ്ങുന്നതിനിടയിലാണ് നീണ്ടകരയിൽ ബോട്ട് അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത മന്ത്രി ഷിബു ബേബി ജോണിനെ തേടിയെത്തുന്നത്. ഏത് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടതെന്നോ അതിൽ എത്ര പേരുണ്ടെന്നോ തുടക്കത്തിൽ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ സംഭവത്തിന്റെ ഗൗരവം അപ്പോൾ തന്നെ ഉൾക്കൊണ്ട മന്ത്രി ധരിച്ചിരുന്ന വസ്ത്രം പോലും മാറാൻ നിൽക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ അവിടേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. പ്രദേശത്തെ പല ഉദ്യോഗസ്ഥരും ദുരന്ത സ്ഥലത്ത് എത്തുന്നതിനും എത്രയോ മുൻപേ മന്ത്രി നീണ്ടകരയിലെ അപകട സ്ഥലത്ത് എത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ എത്തുന്നതും കാത്തു നിൽക്കാതെ അതാത് വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ഫോണിൽ നേരിട്ട് വിളിച്ച് സംഭവത്തിന്റെ ഭീകരത ബോധ്യപ്പെടുത്തിയത് മന്ത്രി തന്നെയാണ്. അതുകൊണ്ട് അടിയന്തര ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. തിരുവനന്തപുരത്തെ മുതലപ്പൊഴിയിലടക്കം അപകടമുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി പ്രതിഷേധിക്കുന്ന ജനതയുണ്ട്. എന്നാൽ നീണ്ടകരയിൽ ആ പ്രശ്നം ഉണ്ടായില്ല. ഷിബു ബേബി ജോൺ അറിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം അവിടേക്ക് എത്താറുണ്ട്. സംഭവ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ്, കോസ്റ്റ് ഗാർഡ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ അടിയന്തര നിർദ്ദേശങ്ങൾ നൽകുകയും രക്ഷാപ്രവർത്തനങ്ങൾ മുൻനിരയിൽ നിന്ന് നേരിട്ട് ഏകോപിപ്പിക്കുകയും ചെയ്തു. മന്ത്രിയുടെ ഈ അടിയന്തര ഇടപെടലാണ് പ്രദേശത്തെ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാൻ വഴി തുറന്നത്. നീണ്ടകരയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ ദാരുണമായ അപകടത്തിൽ ഒരാളുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. കടലിൽ കാണാതായ മറ്റ് 2 പേർക്കായുള്ള തിരച്ചിൽ അതീവ ജാഗ്രതയോടെ നടത്തണമെന്ന് അദ്ദേഹം ഉത്തരവിടുകയായിരുന്നു. അപകട വാർത്തയറിഞ്ഞ് തീരത്ത് വിങ്ങി പൊട്ടിക്കരഞ്ഞ ബന്ധുക്കളെയും നാട്ടുകാരെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും മന്ത്രി മുന്നിലുണ്ടായിരുന്നു. ജനങ്ങളുടെ ആപൽ ഘട്ടങ്ങളിൽ പ്രോട്ടോകോളും പദവികളും മാറ്റിവെച്ച് ഓടിയെത്തുന്ന ജനനായകന്റെ ഈ ഇടപെടൽ ഭരണാധികാരികൾക്ക് വലിയൊരു മാതൃകയാണെന്ന് തീരദേശവാസികൾ ഒന്നടങ്കം പറയുന്നു. ദുരന്തത്തിൽ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന മന്ത്രി കാണാതായവരെ കണ്ടെത്തുന്നതുവരെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരും എന്ന് തന്നെ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അവധി ദിവസങ്ങളിൽ സാധാരണ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഷിബു ബേബി ജോണിന്റെ പ്രവർത്തനം. ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും വീട്ടിൽ മന്ത്രി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ അവിടേക്ക് പാഞ്ഞെത്താൻ മന്ത്രിക്ക് കഴിഞ്ഞതും. മന്ത്രി പട്ടിഷോ കാണിക്കാനല്ല ഓടിപ്പോയത്, മാധ്യമങ്ങളിൽ വാർത്ത വരാൻ വേണ്ടിയുമല്ല. ഒരു ദുരന്തം ഉണ്ടായെന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഇറങ്ങി ഓടിയതാണ്. ആ സമയത്ത് അദ്ദേഹം പ്രോട്ടോകോൾ നോക്കിയില്ല. മന്ത്രിയായാലും അദ്ദേഹവും ഒരു മനുഷ്യനല്ലേ. സഹജീവികൾ സഹായത്തിന് കേഴുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം ആക്ഷേപിക്കാൻ നിൽക്കുന്നവരുടെ ഉള്ളിലെ ആ കുടിലത ഒന്ന് മനസ്സിലാക്കണം. ഇതിനിടയിലും എങ്ങനെ രാഷ്ട്രീയം കളിക്കാൻ നിങ്ങൾക്കൊക്കെ തോന്നുന്നു? പൊതുവെ അന്തം കമ്മികൾക്ക് ഷിബു ബേബി ജോണിനോട് കലിപ്പാണല്ലോ. ഇടതുപക്ഷ ആശയം ഉൾക്കൊള്ളുന്ന RSP UDFന്റെ ഭാഗമായിട്ടാണല്ലോ നിൽക്കുന്നത്. ഈ ചൊരുക്ക് കാലങ്ങളായി അന്തം കമ്മികൾക്കുണ്ട്.
ഷിബു ബേബി ജോണിനെയും മന്ത്രി CP ജോണിനെയും പത്ത് പറയാൻ കിട്ടുന്ന അവസരങ്ങൾ ഈ കമ്മികൾ പാഴാക്കാറില്ല. വിമർശിക്കുന്നവരോടാണ് പറയാനുള്ളത്, സമയവും സന്ദർഭവും നോക്കി പെരുമാറുക. മഴക്കെടുതിയിൽ വിറങ്ങലിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കേരളം. നിലയ്ക്കാത്ത മഴ കേരളത്തെ മുക്കിയിരിക്കുന്നു. ഇപ്പോൾ ആവശ്യം രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കുക എന്നതാണ്. 2018 മുതൽ കേരളം പ്രളയ ഭീതിയിലാണ്. എല്ലാ വർഷവും മഴക്കാലത്ത് കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ വലിയ മഴ ഇല്ലാതിരുന്നപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ആശ്വസിച്ചു. എന്നാൽ ഇടുത്തി പോലെ ഓഗസ്റ്റ് 1 തന്നെ ദുരന്തം. ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ രക്ഷിക്കുക, ക്യാമ്പുകളിലേക്ക് ആഹാരം എത്തിക്കുക, വെള്ളം എത്തിക്കുക, വീടുകൾ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് നിൽക്കുന്നവരെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുക. സർക്കാർ വിചാരിച്ചാൽ മാത്രം നടപ്പാകുന്ന കാര്യമല്ല ഇത്. നമ്മൾ ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കണം. അതിനിടയിൽ വെറുപ്പും വിദ്വേഷവും ഒന്നും വേണ്ട. മനുഷ്യരുടെ ഈ നിലയ്ക്കാത്ത നിലവിളി കേരളത്തെ വീണ്ടും ഒരു നടുക്കടലിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കനത്ത മഴയെ തുടർന്ന് പലയിടത്തായിട്ടാണ് ഇപ്പോൾ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോതമംഗലത്തിന്റെ മലയോര മേഖലകളിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൂയംകുട്ടി പുഴ ശക്തമായി കരകവിഞ്ഞൊഴുകിയതോടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് പൂർണ്ണമായും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ബ്ലാവനയിൽ പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ജങ്കാർ സർവീസ് നടത്താൻ കഴിയാത്ത അവസ്ഥ. ഇതോടെ താലൂക്കിലെ നിരവധി ആദിവാസി മേഖലകളും ഗ്രാമങ്ങളും പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഉറിയംപെട്ടി, വെള്ളാരംകുന്ന്, വാരിയം, കുഞ്ചിപ്പാറ, തലവച്ചപ്പാറ, തേര തുടങ്ങിയ ആദിവാസി ഉന്നതികളും മണികണ്ഠൻ ചാൽ, കല്ലേലിമേട് എന്നീ മലയോര ഗ്രാമങ്ങളാണ് ഗതാഗതം തടസ്സപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്നത്. ഉരുളൻ തണ്ണിയിലും പുഴയിലെ വെള്ളം അതിവേഗം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ പല പ്രദേശങ്ങളും ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഉരുളൻ തന്നി ഒന്നാം പാറയിൽ പ്രധാന റോഡിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. പ്രദേശത്തെ അങ്കനവാടിയുടെ സംരക്ഷിത മതിൽ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. കുട്ടമ്പുഴ, അട്ടിക്കളത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ പ്രളയ ഭീഷണി രൂക്ഷമാണ്. വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ കനത്ത മഴയിൽ അട്ടിക്കളത്തെ ഒട്ടേറെ വീടുകളിലും പറമ്പുകളിലും വെള്ളം കയറി വീടുകളിൽ പോലും കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ജനങ്ങളെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോതമംഗലം താലൂക്കിലെ പ്രധാന ജലസംഭരണികളായ ഇടമലയാർ, ഭൂതത്താൻകെട്ട് ഡാമുകളിൽ ജലവിതാനം അടിയന്തര ജാഗ്രതാ നിലയേക്കാൾ ഉയർന്നിരിക്കുകയാണ്. മലയോര മേഖലകളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ സമീപവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ സേനയും പ്രാദേശിക ഭരണകൂടവും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കോട്ടയത്ത് കനത്ത നാശമാണ് മഴ വിതച്ചത്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പയ്യാനിത്തോട്ടത്തുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിൽ 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അമ്മയും മകനുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവരെ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ നിന്ന് മണിക്കൂറുകൾ നീണ്ട ദുഷ്കരമായ തിരച്ചിലിനൊടുവിലാണ് കണ്ടെടുത്തത്. കോൺക്രീറ്റ് പാളികൾ മുറിച്ചു നീക്കി നടത്തിയ 5 മണിക്കൂർ നീണ്ട തീവ്രമായ പരിശ്രമത്തിനൊടുവിൽ റജീനയുടെ മൃതദേഹവും കണ്ടെടുക്കുകയായിരുന്നു. റജീനയും മകനുമാണ് ഇവിടെ മരണപ്പെട്ടത്. ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ വീട് പൂർണ്ണമായും തകരുകയും കല്ലും മണ്ണും വന്ന് മൂടുകയും ചെയ്ത് രക്ഷാപ്രവർത്തനത്തെ ഇത് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു. വീട് നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും ഒരു മൺകൂനം മാത്രമാണ് ഉള്ളത്. ഉരുൾപൊട്ടലിന്റെ ശക്തിയിൽ വീട് ഏകദേശം 10 മുതൽ 12 മീറ്റർ വരെ ദൂരത്തേക്ക് ഒലിച്ചു പോയിരുന്നു. അവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് അവിടെ മുഴുവൻ നാമാവശേഷമായി കിടക്കുകയാണ്. കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലുമായി കോട്ടയത്തും ഇടുക്കി ജില്ലയിലുമായിട്ട് 4 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വൈത്തിരി, ലക്കിടി മേഖലകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ പെയ്തത് അതിതീവ്ര മഴയാണ്. ജില്ലയിൽ നിന്ന് കോഴിക്കോടേക്കും കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കും അത്യാവശ്യമില്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് നിർദ്ദേശം. ജില്ലയിൽ മഴ ശക്തമായതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും അവശ്യ സർവീസുകൾ മാത്രമേ ചുരത്തിലൂടെ അനുവദിക്കുകയുള്ളൂ എന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഭാരവാഹനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണമുണ്ടാകും. കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ
മഴ ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനുമാണ് വഴിവെച്ചിരിക്കുന്നത്. കോട്ടയം പയ്യാനിത്തോട്ടത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വലിയ ദുരന്തം സംഭവിച്ചത്. ഈരാറ്റുപേട്ട ടൗണിൽ വ്യാപാരികൾക്കുണ്ടായത് വലിയ നാശനഷ്ടമാണ്. കടകളിലേക്ക് വെള്ളവും ചെളിയും ഒക്കെ ഇരച്ചു കയറി എത്തുകയായിരുന്നു. പാലാ ടൗണിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്ത് മഴയ്ക്ക് അല്പം ശമനം വന്നിട്ടുണ്ട് എങ്കിലും അതിശക്തമായ വെള്ളപ്പൊക്കമാണ് ഇവിടങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴുള്ളത്. ഈരാറ്റുപേട്ട ടൗണിൽ 2018 പ്രളയത്തിൽ പോലും ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിൽ പല വ്യാപാര സ്ഥാപനങ്ങളിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കടയുടമകൾ പറയുന്നു. കിഴക്കൻ മേഖലയിലെ വെള്ളം ഇറങ്ങുന്നതോടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം ഉയരും എന്നതാണ് കോട്ടയത്തിന്റെ സ്ഥിതി. അതിനാൽ പടിഞ്ഞാറൻ മേഖലയിൽ പാലാ തൊട്ട് താഴോട്ട് വെള്ളം ഉയരും എന്നാണ് ഭീഷണിയുള്ളത്. മീനച്ചിലാറ്റിനൊപ്പം മണിമലയാറ്റിലും വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത്. മണിമലയാറിന്റെ തീരത്ത് മുണ്ടക്കയം കോസ്വേയിൽ രാവിലെ മുതൽ വെള്ളം കയറിയെങ്കിലും പിന്നീട് ഇത് ഇറങ്ങിയിരുന്നു. മണിമല ടൗണിലും വെള്ളം കയറിയിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് പ്രദേശത്ത് ഉണ്ടായതെന്ന് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന പലരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് മറ്റ് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും കടയുടമകൾക്ക് വലിയ നഷ്ടങ്ങൾ ഈ മഴ, ഈ ദുരിതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടെ തിരുവനന്തപുരത്ത് മുതലപ്പൊഴി അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള രക്ഷാപ്രവർത്തനവും തിരച്ചിലും ഊർജിതമായി പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞത്ത് നിന്നുള്ള മറൈൻ എൻഫോഴ്സ്മെന്റ് കപ്പൽ കൂടി തിരച്ചിലിനായി മുതലപ്പൊഴിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അഞ്ചുതെങ്ങ് സ്വദേശിയായ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അഴിമുഖത്തേക്ക് പോകുന്നതിനിടെ ശക്തമായ തിരമാലയിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ടത്. എന്നാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ്. പ്രദേശത്ത് തുടരുന്ന ശക്തമായ കടലാക്രമണവും പ്രതികൂല കാലാവസ്ഥയിലും വെളിച്ചക്കുറവും തിരച്ചിലിനും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള വ്യോമ തിരച്ചിലും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വൈകുന്നു എന്ന് ആരോപിച്ച് കുടുംബാംഗങ്ങളും നാട്ടുകാരും കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങളിൽ ശാശ്വത പരിഹാരം കാണണമെന്നും രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണം എന്നുമാണ് ഇവരുടെ ആവശ്യം. എന്തായാലും മഴ വലിയ രീതിയിൽ ദുരന്തം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. പല ദുരന്തങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്നാണ് നേരിട്ടിട്ടുള്ളത്. നമ്മളങ്ങ് ഇറങ്ങുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും നേരിടാൻ നമ്മൾ ഒന്നിച്ചു നിന്നിട്ടുണ്ട്. ഇപ്പോഴും അതുതന്നെയാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.